യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാവുകയാണ്. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. ഷാഫി പറമ്പിൽ എം എൽ എ പോലീസുമായി കർക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന കഴുത്തിന് കുത്തിപ്പിടിക്കുക. അവനെ എവിടെ വരാൻ പറ. അവന് പിണറായി തൃപ്തി വേണ്ടേ? പുറത്തിറങ്ങട്ടെ. അവന് പിണറായി തൃപ്തിപ്പെടുത്തണ്ട. അവനിങ്ങനെ ഒളിച്ചിരിക്കണേ. വരാൻ പറ അവനോട്. കോളറെ പിടിക്കണം. പിണറായി വിജയന്റെ ഷോയാണ്. പേരക്കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറയുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ഷട്ടിൽ പിടിച്ച് വലിച്ചു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ച ഷാഫി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുകയാണ്. ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വരാനൊക്കെ ഷാഫി പറമ്പിൽ എം എൽ എ ആവശ്യപ്പെടുന്നുണ്ട്. ശരിയായ സമീപനമാണോ എന്ന് ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകർ തീരുമാനിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ, പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഷട്ടിന് പിടിച്ച കന്റോൺമെന്റ് പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാഫി എവിടെ എന്ന് നിർത്തുന്ന ചോദിക്കുകയാണോ ഷാഫി പറമ്പിൽ എം എൽ എയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും? തീർച്ചയായിട്ടും, അതായത് ശബ്ദം കിട്ടാൻ വേണ്ടി വെച്ചാ വലിയ തരത്തിലുള്ളൊരു പ്രൊവോക്കേഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ക്ഷമിക്കണം, ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തലിനെ ബലം പ്രയോഗിച്ച് തള്ളി വാഹനത്തിലേക്ക് കയറ്റുകയും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യാതിരുന്ന കൃത്യമായി കേട്ടതാണ്. അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഗവൺമെന്റ് ഷാഫി അദ്ദേഹത്തെ കിട്ടും, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങോട്ടേക്ക് വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ 2 തവണ ജലപീരങ്കിയും സെക്രട്ടറിയേറ്റിന് മുൻപിൽ തള്ളിക്കയറാനുള്ള ശ്രമവും അതേപോലെ തന്നെ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും കഴിഞ്ഞ MG റോഡിൽ പ്രവർത്തകർ കുത്തിയിരിക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും അവർ പോലീസിന് നേരെ ഒരു പ്രൊവോക്കേഷൻ പോലീസിന്റെ ഭാഗത്തേക്ക് എത്തി ഷാഫിയെ കാണണം, കാണണം എന്നതായിരുന്നു അവിടെ ആവശ്യം. പോലീസുകാർക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് അവസാനിക്കുന്നില്ല. ഇടയ്ക്കൊരു സമാധാനം എന്ന് തോന്നിച്ചിരുന്നുവെങ്കിലും പിന്നീടും അത് ഏതാണ്ട് സംഘർഷഭരിത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഉണ്ടായത്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പോലീസിനോട് തട്ടിക്കയറുന്ന കാഴ്ച കണ്ടു. ഷാഫി എന്ന പോലീസുകാരൻ എവിടെ, ഒളിച്ചിരിക്കാതെ പുറത്തിറങ്ങിവ എന്നൊക്കെ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ ഒരു പ്രകോപന സ്വഭാവത്തിൽ അവിടെ നിന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ ആ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അറസ്റ്റ് രീതികളിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. അത് KPCCയുടെ പ്രതിഷേധം നാളെ അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ രീതി അറസ്റ്റ് അതിരാവിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത രീതി അത് ഭരണകൂട ഭീകരതയാണ് എന്ന മട്ടിൽ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി തന്നെ എടുക്കുകയാണ്. അതിപ്പോൾ നാളെ KPCCയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം, ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ ഒക്കെ KPCC പ്ലാൻ ചെയ്യുകയാണ്. കൂടുതൽ MM ഹസൻ്റെ അടക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഈ സമയത്ത് വരുന്നുമുണ്ട്. പ്രവർത്തകർ MG റോഡ് ഇപ്പോൾ ഉപരോധിക്കുകയാണ് എന്നും അറിയാൻ കഴിയുന്നു. സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധാഗ്നി കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നാളെ KPCCയുടെ പ്രതിഷേധമാണ്. അപ്പോൾ ആ വിഷയത്തിൽ പ്രതിഷേധം വളരെ സജീവമായി
കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം.